ഉടുമ്പൻചോലയിൽ എം.എം. മണിയോ കെ ജയചന്ദ്രനോ എന്ന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ മണ്ഡലം നിലനിർത്തുവാൻ ഉറപ്പിച്ച CPM വ്യക്തമായ ഭൂരിപക്ഷമുള്ള മണ്ഡലം വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാനാകുമെന്നാണ് CPM-ന്റെ ആത്മവിശ്വാസം. ഇലക്ഷൻ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളും LDF-ന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ തവണ 38,000-ലധികം വോട്ടുകൾക്കാണ് എം.എം. മണി എതിർ സ്ഥാനാർത്ഥിയായ EM ആഗസ്റ്റിയെ തറപറ്റിച്ചത്. എന്നാൽ ഇതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേരിയ മുൻതൂക്കം മാത്രമാണ് LDF-ന് നേടുവാനായത്. എം.എം. മണി തന്നെ സ്ഥാനാർത്ഥിയായാൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കാമെന്നായിരുന്നു LDF-ന്റെ കണക്കുകൂട്ടൽ. ഇതിനിടയിലാണ് ജില്ലാ നേതൃത്വം നൽകിയ പട്ടിക സംസ്ഥാന സെക്രട്ടേറിയറ്റ് വെട്ടിയത്. ഇത് വിജയസാധ്യതയെ പ്രതിസന്ധിയിലാക്കുമോ എന്ന ചോദ്യങ്ങളും ഉയർന്നിരുന്നു. ആശയക്കുഴപ്പമില്ല എന്ന് വ്യക്തമാക്കി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് പത്രക്കുറിപ്പും ഇറക്കിയിരുന്നു. എന്നാൽ മണ്ഡലത്തിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് കയറുവാനാകുമെന്നാണ് CPM ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത്. ഇവിടെ തെരഞ്ഞെടുപ്പ് ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതേപോലെ തന്നെ നമ്മുടെ അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പും 3 പാർട്ടികളാണ്. ജനങ്ങൾ 3ആയിട്ടാണ് ചിന്തിക്കുന്നത്. കേന്ദ്രം ഭരിക്കാൻ CPM-ന് ഇടതുപക്ഷത്തിന് ശക്തിയില്ലാത്തത് കൊണ്ട് അവർ കോൺഗ്രസിന് അനുകൂലമായ സമീപനം സ്വീകരിക്കും. എന്നാൽ കേരളത്തിലെ ഭരണം ഇടതുപക്ഷത്തിന്റെ കൈകളിൽ വരണം എന്നാണ് സാധാരണ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഗംഭീരമായ ഭൂരിപക്ഷത്തോടുകൂടി 3ാമത്തെ പിണറായി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരും. 2031 ആകുമ്പോഴേക്കും നവകേരള കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ലോകത്തിന്റെ നിറകെ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. ഉടുമ്പൻചോലയടക്കം ഗംഭീരമായ വിജയം നൽകും. ഉടുമ്പൻചോല ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്. നാട്ടിൽ ജനങ്ങൾ ഞങ്ങളോടൊപ്പമാണ്. ഇവിടെ ഗംഭീരമായ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥി ഗംഭീരമായ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഒരു തർക്കവുമില്ല. ഇലക്ഷന് മുന്നോടിയായുള്ള വികസന മുന്നേറ്റ യാത്ര മണ്ഡലത്തിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് നേതാക്കൾ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും പ്രസംഗിക്കുന്നത്. എന്താണെങ്കിലും മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള അവ്യക്തതകൾ ദിവസങ്ങൾക്കുള്ളിൽ തീരുമെന്നാണ് പ്രതീക്ഷ. അനീഷ് PA, ഇടുക്കി വിഷൻ ന്യൂസ്.